ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നത്. റെൻഡറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മോഡലിൻ്റെ ഒരു ഔട്ട്പുട്ട്. ഈ ഒരു മോഡൽ നമ്മളിപ്പോൾ പ്ലാനിൽ ഓട്ടോക്കാഡ് പ്ലാൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? നമുക്ക് ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും, PDF അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് പ്രിൻ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇഫ് ഇൻ കേസ് നമ്മൾ ഒരു 3D മോഡലാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗോ ഫോർ ഇമേജ് ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു എല്ലാം കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ റെൻഡർ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാമറ ആദ്യം സെറ്റ് ചെയ്യണം. ക്യാമറ സെറ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു വ്യൂ വേണമെങ്കിലും റെൻഡർ ചെയ്യാം, പക്ഷേ അതിന് അത്രയും ക്ലാരിറ്റിയും അല്ലെങ്കിൽ ഫോക്കസും കാണത്തില്ല. സോ ക്യാമറ വെച്ചിട്ട് ചെയ്യുന്നത് നല്ല ഒരു യൂസ്ഡ് ആണ്. ഇഫ് ഇൻ കേസ് യു ആർ നോട്ട് ദറ്റ് മച്ച് കംഫർട്ട് വിത്ത് ക്യാമറ, യു ക്യാൻ ഗോ വിത്ത് 3D വ്യൂ, നോർമൽ 3D വ്യൂ. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്നത് ക്യാമറ വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എന്താണ് വ്യൂവിൽ 3D വ്യൂയുടെ താഴെ കിടക്കുന്ന ക്യാമറ ഞാനിവിടെ വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിനെ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു ക്യാമറ വ്യൂ ഓട്ടോമാറ്റിക്കലി ഇവിടെ ജനറേറ്റ് ആയി വന്നു കഴിഞ്ഞു. എന്തൊക്കെയാണ് നമുക്ക് കാണുന്നത് എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. 2 നിലയാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ ഹൈറ്റിൽ വേണം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെയാണ് ഒരു വ്യൂ വെച്ചിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ റിയലിസ്റ്റിക്കിൽ കാണിക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് എനിക്ക് റെൻഡർ ചെയ്യേണ്ടത്. മേ ബി ഇത് ലെവൽ 2ലാണ് ഇരിക്കുന്നത്. ഇഫ് ഇൻ കേസ് ലെവൽ 1ലാകാം, അതേപോലെ ലെവൽ 3ലാകാം. അല്ലെങ്കിൽ നമുക്ക് 3D പോയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ക്യാമറയുടെ ഒരു ഫോക്കസ് പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പിങ്ക് കളർ പോയിൻ്റ്, അതിനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഒരുപാട് വലുത് വേണ്ട, ഒരുപാട് പൊക്കത്തിൽ വേണ്ട, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ക്യാമറ വ്യൂ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കിത് കറക്കിയെടുക്കാൻ ഒക്കും. ലെവൽ 2യിലോ ലെവൽ 1യിലോ പോകാം. എന്നിട്ട് എനിക്കൊരു ക്യാമറ ഇപ്പോൾ സെറ്റ് ചെയ്യാം. ഞാനിങ്ങനെ ഒരു ഇതായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വീട് ഇങ്ങനെയാണ് കാണുന്നത്. ദിസ് ഈസ് മച്ച് ബെറ്റർ ദാൻ പ്രീവിയസ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വീടുള്ളത്. ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെ റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വ്യൂവിൽ തന്നെ ഇപ്പോൾ റെൻഡറിന് പറഞ്ഞിട്ട് ഈ ഒരു ടീ മഗ് പോലത്തെ നമ്മുടെ ടീ പോട്ടായിട്ട് 3ds Max കാണത്തില്ല, ആ ഒരു സംഭവം പോലത്തെ ഐക്കൺ കാണും. അതർവൈസ് വി ക്യാൻ ഗിവ് ദ ഷോർട്ട് കട്ട് കമാൻഡ് ആസ് RR. ഓക്കെ, RR കൊടുക്കുക. ഇതാണ് റെൻഡർ സെറ്റപ്പ്. നമ്മൾ ഈ ഒരു സെറ്റിങ്സ് കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് ഇമേജ് അത്ര ക്ലാരിറ്റി ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ റീജിയൻ വേണമെങ്കിൽ വെക്കാം, പക്ഷേ നമ്മൾ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ മാത്രം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്റ്റോൺ വർക്ക് അല്ലെങ്കിൽ വോൾ ക്ലാഡിങ് അതിനെയാണ് നമ്മൾ മാക്സിമൈസ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ റീജിയൻ. നൗ ഐ എം റെൻഡറിങ് ദ ഹോൾ യൂണിറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റെൻഡർ ചെയ്യുക. സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡ്രാഫ്റ്റ്, മീഡിയം, ഹൈ എന്നുള്ളത് കാണും. പക്ഷേ നമ്മുടെ പ്രോസസ്സർ അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുടെ പ്രോസസ്സർ എത്ര ഹയർ ലെവലാണോ അതനുസരിച്ചാണ്. ഇപ്പോൾ ഡ്രാഫ്റ്റ് മോഡാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ക്വിക്ക്ലി, പക്ഷേ അത്ര ക്ലാരിറ്റി കാണത്തില്ല. ബട്ട് മീഡിയം ഈസ് മോർ ദൻ എനഫ് ഫോർ ഈ ഫൈനൽ ഇത് സെറ്റ് ചെയ്യുന്ന മുമ്പ് വരെ. ഇപ്പോൾ നമ്മളൊരു വീഡിയോ മോഡൽ റെഡിയാക്കി കഴിഞ്ഞു, ഇപ്പോൾ നമ്മളായിട്ട് ഒരു ഇത് നോക്കുമല്ലോ, റെൻഡർ ചെയ്തിട്ട് അത് ഓക്കെ ആണോ നോക്കാനായിട്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ മോർ ദൻ ഇനഫാണ്. ഇഫ് ഇൻ കേസ് എവിടെയെങ്കിലും കൊടുക്കാനുള്ളത് കുറഞ്ഞ പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഹാങ് ഒന്നും ആവാതെ വലിയ ടൈം കൺസംഷൻ ഇല്ലാതെ മീഡിയത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. നൗ ഐ എം ഗോയിങ് ടു ഷോ അബൌട്ട് എ മീഡിയം. ഓക്കെ, അപ്പോൾ റിസൊല്യൂഷൻ ഔട്ട്പുട്ട് സെറ്റിങ്ങിനകത്ത് റിസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റിസൊല്യൂഷൻ എന്ന് പറയുന്നത് സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൻ്റെ സ്ക്രീൻ HDMI ആണോ അല്ലാതെ അതിൻ്റെ ഒരു ക്ലാരിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നോട്ട് ലൈക്ക് ദാറ്റ്, വി നീഡ് ടു ഗോ ഫോർ പ്രിൻറ്റർ. വൈ? ബിക്കോസ് പ്രിൻ്ററിന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻ്റർ ആകുമ്പോൾ കളറുടെ ആ ഷെയ്ഡുകളും കാര്യങ്ങളും എല്ലാം നല്ല എഫക്റ്റീവായിട്ട് കിട്ടും. നമുക്ക് ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കാണും. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് കാണിക്കുന്നത് അവരുടെ മൊബൈലിലായിരിക്കാം, ചിലപ്പോൾ ടാബിലായിരിക്കാം. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് ഡിഫറെൻ്റ് ആവും. നമ്മൾ ഉദ്ദേശിച്ച സംഭവം അവർക്ക് ഡിസ്പ്ലേയിലേക്കൂടെ കിട്ടത്തില്ല. സോ വി നീഡ് ടു ഗോ ഫോർ പ്രിൻ്റർ ഓൾവേസ്. ഓക്കെ, പ്രിൻ്റർ കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് 600 dpi വരെയേ ഉള്ളൂ. പ്രോസസ്സർ അനുസരിച്ചാണ് ദട്ടു. ഇപ്പോൾ നമുക്ക് 600 എന്നുള്ളത് നോർമൽ ഒരു സെക്കൻഡ് ജനറേഷൻ വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അല്ലാതെ നമുക്ക് 800 dpi വേണം. ഇതൊക്കെ ഓരോരോ ക്ലാരിറ്റിയുടെ അളവാണ്. ആക്ച്വലി ക്ലാരിറ്റിയുടെ
പിക്സൽ റേറ്റ് ആണ് ഈ സംഭവങ്ങളൊക്കെ. നമുക്ക് 600 വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി കിട്ടും. HD ക്ലാരിറ്റി ആണെന്നുണ്ടെങ്കിൽ 800 പോകണം, അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് എന്ത് വേണേൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 75 കഴിഞ്ഞാൽ പിന്നെ 100 ചെയ്യാൻ പറ്റത്തില്ല, 150 ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 200 മേളിൽ വെക്കുന്നതെല്ലാം പ്രോസസ്സർ നല്ലതാണ്, നല്ല ഗ്രാഫിക്സ് കാർഡ് മെമ്മറിയും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക, അതർവൈസ് ഹാങ് ആവും സിസ്റ്റം. ഓക്കെ, അപ്പോൾ 200 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതായാലും സേഫ് സൈഡ് ഞാൻ 100 വെക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് സ്കീം. അടുത്തുള്ളത് ലൈറ്റിങ്ങിന് പറയുമ്പോഴത്തേക്കും സ്കീം എന്ന് പറയുന്നത് സൺലൈറ്റിലാണോ നമുക്ക് വേണ്ടത്, അല്ലാതെ നമ്മൾ കുറേ ലൈറ്റിംഗ് ഒക്കെ ഫിക്സർ ചെയ്തിട്ടുണ്ടാവും, ആ ലൈറ്റിങ്ങിലാണോ വേണ്ടത്, അല്ല ആർട്ടിഫിഷ്യൽ ആണോ വേണ്ടത്, അല്ലാതെ സൺ ഓൺലി അല്ലെങ്കിൽ സൺ പ്ലസ് ആർട്ടിഫിഷ്യൽ ആണോ വേണ്ടത്. സൺ പ്ലസ് ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണി സമയത്ത് സണ്ണും ഉണ്ടാവും, പിന്നെ നമ്മൾ ലൈറ്റ് ഇട്ടിരിക്കുന്ന പോലെയും കാണിക്കും. ആർട്ടിഫിഷ്യൽ വൺലി ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റീരിയറിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റിയുടെ വെട്ടത്തിൽ മാത്രം വീട് റെൻഡറാവും. ഇങ്ങനെയാണ് ഓരോ സംഭവം, നമുക്ക് വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ നമുക്ക് സ്കീം വെക്കാം. ഞാൻ സൺ ഓൺലിയാണ് വെക്കുന്നത്. സൺ സെറ്റിംഗ് തന്നെ അതേപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സ്റ്റില്ലിനുള്ളതാണ് വെക്കേണ്ടത്. ഇവിടെ സ്റ്റില്ലെന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സമ്മറാണോ വിൻ്ററാണോ സ്പ്രിംഗ് ആണോ എന്നുള്ളത് കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് ബോസ്റ്റൺ MN ആണുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും, ബട്ട് വി നീഡ് ടു ഇൻ ഓൺലൈനിലുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിരിക്കണം, ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരള എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ഏരിയ ഒരു ഡിസ്ട്രിക്റ്റാണ്, ഇപ്പോൾ തൃശ്ശൂരാണ് അല്ലെങ്കിൽ പാലക്കാടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് ടെമ്പറേച്ചർ മീൻസ് ഒരു റൈറ്റാണ്. അപ്പോൾ അങ്ങനെയായിട്ട് ഉള്ള ഒരു ലൈറ്റിങ്സിൽ വേണമെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് കൂടാതെ ഇഫ് ഇൻ കേസ് യു ആർ വർക്കിംഗ് വിത്ത് സം അതർ കൺട്രീസിലുള്ള ഒരു മോഡലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും വി ക്യാൻ ഗോ ഫോർ ദാറ്റ്. ആ ഒരു സ്നോ ഫോളിംഗ് ഉള്ള കൺട്രീസ് ഉണ്ടാവും, ആ കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഉള്ളതൊന്നും ഞാൻ മാറ്റുന്നില്ല. അതേപോലെ തന്നെ ഓരോരോ ഡേറ്റും ടൈമും ഒക്കെ കൊടുക്കാം. ഇപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടാവും, അല്ലെ സൺ റേസ് ആ ഒരു സമയങ്ങളിൽ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ കുറച്ച് മുമ്പ് എങ്ങനെ ഉണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാൻ ഒക്കും. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ലൈറ്റിങ്ങിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ സ്റ്റില്ലിൽ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ലൈറ്റിങ്ങിന് വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് സൺലൈറ്റ് ഫ്രം ടോപ്പ് റൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് ഫ്രം ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് റൈറ്റ് ആണോ എന്നുള്ളത് ചോദിക്കുന്നത്. ലെഫ്റ്റിൽ നിന്നാണോ വേണ്ടത് റൈറ്റിൽ നിന്നാണോ ഇത് വേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നു. ഇൻസ്ട്രക്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഞാൻ വേറൊന്നും ഇതിനകത്ത് മാറ്റുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മാറ്റി നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. ഇഫ് യു ആർ ഹാവിങ് ടൈം ആൻഡ് പ്രോസസ്സർ യു മേ ഗോ ഫോർ ഓൾ ഡെമോസ്. ഓക്കെ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫ്യൂ ക്ലൗഡ്സ് അതിനകത്ത് തന്നെ ഉണ്ടാവും, പിന്നെ നോ ക്ലൗഡ്സ്, വെരി ഫ്യൂ ക്ലൗഡ്സ്, പിന്നെ ക്ലൗഡിയാണ്, വെരി ക്ലൗഡിയാണ്, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അല്ലാതെ എനിക്കൊരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത് എനിക്കൊരു കളറായിട്ട് മതി, ഒരു സോളിഡ് കളർ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കളറുമായിട്ട് പോകാം. അല്ലാതെ ഇമേജ് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ഫോട്ടോഷോപ്പൊക്കെ പോയിട്ട് 3ds Maxലൊക്കെ ചെയ്യുന്നത് നേരെ ഫോട്ടോഷോപ്പിൽ പോയി എൻ്റർ ചെയ്യത്തില്ലേ, അതുപോലെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു പ്രിസെറ്റ് ഇവിടെ തന്നെ ഇമേജ് ആയിട്ട് എടുത്താൽ മതി. പിന്നെ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മോഡൽ മാത്രമാണ് റെൻഡറായി വരിക, ബാക്ക്ഗ്രൗണ്ട് വരത്തില്ല. അപ്പോൾ മോഡൽ മാത്രം വരുവാണെങ്കിൽ എന്തുവാ, ഏത് ഇമേജ് വേണമെങ്കിലും നമുക്ക് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് PNG അതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ ഇമേജാണ് വെക്കുന്നത്. ഇവിടെ ഒരു ഇമേജാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോണത്. നോക്കാം നമുക്ക്. ബാക്ക്ഗ്രൗണ്ട് പ്രിസെറ്റിനകത്ത് എന്തെങ്കിലും ഒരു സ്കൈ എടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു സ്കൈ എടുക്കാം, ഓപ്പൺ കൊടുത്തു. ഈ ഒരു സ്കൈ ഉണ്ട്. ഓക്കെ, സ്ട്രെച്ച് എന്നുള്ളത് കൊടുക്കുക. അപ്പോഴേ ഉള്ളൂ ഒരേ സ്ട്രെച്ച് ഒരേ ഇമേജായിട്ട് വരത്തുള്ളൂ, അതർവൈസ് കട്ടായിട്ട് വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ അഡ്ജസ്റ്റ് എക്സ്പോഷറിനുള്ളതൊക്കെ നമുക്ക് റെൻഡർ ആയതിനു ശേഷം അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ താഴെ ഉള്ളതെല്ലാം ബാക്ക്ഗ്രൗണ്ട് വരെ നമുക്ക് റെൻഡറാക്കുന്ന മുമ്പ് ചെയ്യാൻ പറ്റൂ. റെൻഡറാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇമേജ് കിട്ടും. ആ ഇമേജിലെ അഡ്ജസ്റ്റ് ചെയ്യണം, അതിനെ പ്രോജക്റ്റ് സേവ് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് JPEG PNG ആയിട്ട് മാറ്റണം എന്നുള്ളതൊക്കെ റെൻഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ റെൻഡർ കൊടുക്കുക. എനിക്ക് ഇങ്ങനത്തെ ഒരു ഇമേജാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെച്ച ഇമേജ് ഏതാണോ അത് തന്നെയാണ് ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു ഇമേജിനെ എങ്ങനെയാണ് എക്സ്പോഷർ കൊടുക്കുന്നത്, അഡ്ജസ്റ്റ് എക്സ്പോഷർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ബ്രൈറ്റർ എന്നുള്ളത് ബ്രൈറ്റ് വാല്യൂ ആയിട്ട് ഇതിനെ നമുക്ക് കൂടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ സീ ദ
ചേഞ്ച്. അതുപോലെ ഹൈലൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഷാഡോസ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഷാഡോസ് മാറ്റുമ്പോൾ ഇത് ഷാർപ്പ് ആവുന്നുണ്ട് കണ്ടോ. പിന്നെ നമുക്കത് കുറയ്ക്കുമ്പോഴത്തേക്ക് അതനുസരിച്ച് ഷാഡോസും കുറയ്ക്കുന്നുണ്ട്. പിന്നെ സാച്ചുറേഷൻ, വൈറ്റ് പോയിൻറ്റ്സ്, ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതർവൈസ് ഉള്ള ഇതിനെ മതിയെന്നുണ്ടെങ്കിൽ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാലും കെൻ ഗിവ് ദറ്റ്. ഇപ്പോൾ ഇതിനെങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? സേവ് ടു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിനകത്ത് ഈ ഒരു റെൻഡറിങ് ഇമേജ് സേവ് ആവും. പിന്നെ നമുക്ക് ഈ റെൻഡറിങ്ങിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട സ്ഥലത്ത്, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അനിമേഷൻ ചെയ്യുന്നത്, വാക്ക് ത്രൂ നടത്തുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.